ചേട്ടാ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടൻ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് മറിഞ്ഞു വീഴുന്നത്. എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത്? 14ഓളം പേരുണ്ടായിരുന്നു ഇതിനകത്ത്. റൈഡ് ഓണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വീഴുന്നത്. വീണതിന് ശേഷം ഇവിടെ നമ്മളെല്ലാവരും ഓടി വന്ന് ഇവിടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഈ സംഭവം ലിഫ്റ്റ് ചെയ്ത്. അവര് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ലേഡി ഉണ്ടായിരുന്നു. അവരെ ഇതിനകത്ത് അതിന്റെ അടിഭാഗത്ത് പെട്ടുപോയതാ. അവരെ ലിഫ്റ്റ് ചെയ്താണ് അവരെ എടുത്തുകൊണ്ട് വന്ന് സ്ട്രെച്ചറിന് കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസ് ഉണ്ടെങ്കിലെല്ലാം ഇത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ഒരു സംവിധാനം ഉള്ളിടത്ത് ഒരു ആംബുലൻസ് വേണ്ടേ? ഈ ഒരു ആംബുലൻസ് പോലും ഇല്ലാതെ സ്ട്രെച്ചറിനെ കൊണ്ടുവന്നിട്ട് അവരെ പിടിച്ച് അങ്ങോട്ട് വെക്കുമ്പോൾ അവർക്ക് അവർ നിലവിളിക്കുമായിരുന്നു. അവർ വേറെ ലേഡിക്ക് അവരെ തലയുടെ പുറകിലാണ്. അവർക്ക് ബോധം പോയി പൂർണ്ണമായിട്ട്. അവർ അതിനുശേഷമാണ് അവരെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഒരു ഫസ്റ്റ് എയ്ഡോ കാര്യങ്ങളോ ഒരു സംവിധാനവും ഇല്ലാതാണ് ഇത് പ്രവർത്തിക്കുന്നത്. വർഷാവർഷം ഫിറ്റ്നസ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ 800 രൂപ നമ്മളിത് കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കയറുന്നത്. എന്ത് സേഫ്റ്റിയിലാണ് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത്? ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫിറ്റ്നസ് കൊടുക്കുന്ന അതോറിറ്റിയുടെ കംപ്ലൈന്റ് ആണ്. ഇത് ഫിറ്റ്നസ് കൊടുക്കുന്ന ആൾക്കാർ എന്തടിസ്ഥാനത്തിലാണ് ഇതിനൊക്കെ ഫിറ്റ്നസ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. പൊതുജനങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്നത് മാത്രമേ അറിയാൻ പറ്റൂ. ഇതിന്റെ അടിയിൽ അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞു, നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ആംഗ്ലെയറിന് എത്ര കനമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ അടിയിൽ ആകെ ഈ 4 ആംഗ്ലെയറിലാണ് ഈ സാധനം ഇത്രയും വെയിറ്റും കാര്യങ്ങളും. ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ എന്തുമാത്രം അതിൽ ആ ഒരു എഫക്ട് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഇരിക്കുന്ന 4 റാഡിലാണ് ഈ മൊത്തം പിടിച്ചു നിൽക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ. ഈ സാധനം ഉണ്ടാക്കിയ കമ്പനിയും ഇതിന് അനുവാദം കൊടുത്ത സർക്കാർ അതോറിറ്റിയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിൽ ശിക്ഷ അറിയിക്കേണ്ടത്. പിന്നെ ഇത് നടത്തിയവരും അതോറിറ്റിക്കാർ ഇത് അനുവാദം കൊടുത്തിട്ട് അതുകൊണ്ടാണ് അവരിത് ഉപയോഗിച്ചിട്ടുള്ളത്. അവരുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. എന്തായാലും വിനീത, നിലവിൽ നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പാർക്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പോലീസിന്റെ അനുമതി ലഭിക്കുന്നതുവരെ പാർക്ക് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള പാർക്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 4-4.5 മണിക്കൂർ ഈ അപകടം ഉണ്ടായിട്ടും പാർക്ക് പ്രവർത്തിക്കുകയായിരുന്നു. അഷിൻ, 4 വർഷം മുൻപും സമാനമായ ഒരു അപകടം ഉണ്ടായിരുന്നു അവിടെ എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഇതിനാരാണ് ഫിറ്റ്നസ് കൊടുക്കുന്നത്? സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നില്ല? ഇതൊന്നും നോക്കാൻ ഒരാളില്ലേ എന്നതാണ് ചോദ്യം. ഇത്രയധികം ആളുകൾ വരുന്നതാണ്. ഇപ്പോഴും നമ്മൾ കാണുകയാണ് എത്ര തിരക്കാണ് അവിടെ ഉള്ളത്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയാണ് വരുന്നത്. ഒരു സ്ത്രീ ആ റൈഡിന്റെ അടിയിൽ പെട്ടു എന്നാണ് പറയുന്നത്. അവരുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. അതൊരു കുട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇത്ര സുരക്ഷയില്ലാതെയാണോ ഒരു അമ്യൂസ്മെന്റ് പാർക്കൊക്കെ പ്രവർത്തിക്കുന്നത്? ഇതിന് അനുമതി നൽകുന്നത് ആരാണ്? അവിടുത്തെ പഞ്ചായത്ത് ഉൾപ്പെടെ മറ്റ് അധികൃതർ എന്ത് നോക്കി നിൽക്കുകയാണ്? എങ്ങനെയാണ് ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത്? അങ്ങനെ എത്ര ചോദ്യങ്ങളാണ് അഷിൻ. അധികൃതർക്ക് ആർക്കും ഉത്തരവില്ലേ? വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും അവിടെ എത്തിയിട്ടില്ലേ? വിനിത, നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അത് തരേണ്ട ആളുകൾ ആരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആകെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് പോലീസുകാരും ഏതാനും നാട്ടുകാരും മാത്രമാണ്. മാത്രമല്ല ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ പാർക്കിൽ ഉണ്ടായിരുന്ന മറ്റ് വിനോദസഞ്ചാരികൾ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്രയും നേരമായിട്ട് പോലും നേരത്തെ ഒരു ആൾ നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ ഈ അപകടം നടന്ന ഇത്രയും മണിക്കൂറായിട്ട് പോലും ഒരാൾ പോലും ഈ ഭാഗത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യനില തിരക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ചികിത്സ എവിടെയാണ് നടത്തുന്നതെന്നോ എങ്ങനെയാണ് ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന പോലും നടത്തിയില്ല, അല്ലെങ്കിൽ വിവരശേഖരണം പോലും ഇവർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പകരം ഇവർ ഈ പാർക്കിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രവർത്തനം തുടങ്ങാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടം നടന്ന സമയത്ത് തന്നെ ഇവിടെ ആംബുലൻസ് പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ നമുക്കറിയാം ഇത്രയധികം ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളടക്കം ഒരു വീക്കെൻഡിലേക്ക് വരുമ്പോൾ അവിടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ആംബുലൻസ് സർവീസാണ്. കാരണം പ്രതിദിനം ഏതാണ്ട് 100-150ഓളം ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ അപകടം, ആർക്കെങ്കിലും എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യം വന്നാൽ പോലും തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് ഒരു ആംബുലൻസ് സർവീസ് അത്യാവശ്യമാണ്. അത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പകരം ഇവിടെ തന്നെ താൽക്കാലികമായി സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനു വേണ്ടിയും ഇവിടുത്തെ ഈ വേസ്റ്റ് മാലിന്യം നീക്കം ചെയ്തതിനും ഉപയോഗിക്കുന്ന ഒരു ഉമിനി വാനിലാണ് ഈ പരിക്കേറ്റവരെ ആദ്യം ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ ഈ റൈഡ് തകർന്നു വീഴുന്നത് കണ്ടുകൊണ്ടു നിന്ന ചേട്ടൻ പറയുകയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലും അവിടെ ഇല്ല. സ്ട്രക്ചറിൽ ഈ കാലൊടിഞ്ഞയാളെ കൊണ്ടുപോകാൻ ആംബുലൻസ് സൗകര്യമില്ല.